അപ്പോൾ ഫൈനലിസ്മ ഫിക്സ് ആയിട്ടുണ്ട്. ഫൈനലിസ്മ വരുമോ ഇല്ല എന്നുള്ള ഡൗട്ടൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതിനി വേണ്ട, ഫൈനലിസ്മ എന്തായാലും നടക്കും. ആ കാര്യം കൺഫേം ആയിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് തന്നെ അവർ പുറത്ത് വിട്ടിട്ടുണ്ട്. ഫൈനലിസ്മയുടെ മാച്ച് ആരൊക്കെയാണ്? അർജൻറ്റീന വേഴ്സസ് സ്പെയിൻ. ഓക്കെ, അപ്പോൾ മാർച്ച് അവസാനത്തെ ആഴ്ചക്കാണ് ഈ ഒരു മാച്ച് അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല. ചില സോഴ്സുകളൊക്കെ കറക്റ്റ് ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ഞാൻ നോക്കിയ സമയത്ത് കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. മാർച്ച് ലാസ്റ്റ് വീക്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വെന്യൂം ഫിക്സ് ചെയ്തിട്ടില്ല. ഓക്കെ, വെന്യൂ ഖത്തറുകാർക്ക് താല്പര്യമുണ്ട്, സൗദിക്കാർക്ക് താല്പര്യമുണ്ട്, വിംബ്ലിക്കാർക്ക് താല്പര്യമുണ്ട്. ഈ 3 ടീംസിനാണ് താല്പര്യമുള്ളത് ആ ഒരു ഹോസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നടന്നത് വിംബ്ലിയിലായിരുന്നു. ആ ഒരു അർജൻറ്റീന വേഴ്സസ് ഇറ്റലി മാച്ച് നടന്നത് വിംബ്ലിയിലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഖത്തറിനും സൗദിക്കും കൂടെ താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഒരു 3-ൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കും. പക്ഷേ ഫിക്സ് ചെയ്തിട്ടില്ല. ഓക്കെ, ഡേറ്റും ഫിക്സ് ചെയ്തിട്ടില്ല, ഇതും ഫിക്സ് ചെയ്തിട്ടില്ല. മാർച്ച് ലാസ്റ്റ് വീക്കാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അർജൻറ്റീന വേഴ്സസ് സ്പെയിൻ മാച്ചാണല്ലോ. ലയണൽ മെസ്സി വേഴ്സസ് ലമീൻ യമാൽ. നമ്മൾ ഓൾറെഡി യമാൽ വേഴ്സസ് ക്രിസ്ത്യാനോ റൊണാൾഡോ മാച്ചൊക്കെ കണ്ടു. ആ ഒരു നല്ല പോരാട്ടമായിരുന്നു. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് അവസാനം വിജയിച്ചത്. ഇനി മെസ്സി വേഴ്സസ് യമാൽ. അത് ആ മാച്ചിന് ഭയങ്കരമായിട്ടുള്ള ഒരു രസമുണ്ട്. വേറൊന്നുമല്ല, യമാൽ ഇപ്പം നമുക്കറിയാം മെസ്സിയുടെ ആ ഒരു എന്താ പറയുക ഉത്തരവാദിത്വം ഇപ്പോൾ ബാഴ്സലോണയിൽ യമാലാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പുതിയ നാച്ചുറൽ ടാലൻറ്റും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നാച്ചുറൽ ടാലൻറ്റും തമ്മിലുള്ള ഒരു പോരാട്ടം. ഈ ഒരു മാച്ച് മാർച്ച് ലാസ്റ്റ് വീക്കാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മാർച്ച് ലാസ്റ്റ് വീക്കായുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മറ്റേ 2026 വേൾഡ് കപ്പാണ്. ഈ ഒരു വേൾഡ് കപ്പിൻ്റെ 2 മാസം മുമ്പ് പൊതുവെ ഇങ്ങനത്തെ മാച്ചസ് ഒന്നും വെക്കാറില്ല. ഓക്കെ, കാരണം പ്ലേയേഴ്സിന് ഇഞ്ചുറി കാര്യങ്ങൾ വരും. പിന്നെ അതുപോലെ തന്നെ പ്ലേയേഴ്സിൻ്റെ കോൺഫിഡൻസിനെ ചിലപ്പോൾ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഫൈനലിസ്മ പോലത്തെ ഒരു മാച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു ടീം പരാജയപ്പെടും. അപ്പോൾ ആ ഒരു പരാജയപ്പെടുന്ന ടീമിൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കുമെന്ന് വിചാരിച്ച്, കോൺഫിഡൻസിനെ ബാധിച്ചാൽ അത് വേൾഡ് കപ്പിനെയും ബാധിക്കും. അത് വിചാരിച്ച് പൊതുവേ നാഷണൽ ടീംസ് ഒന്നും ഇങ്ങനത്തെ വലിയ മാച്ചസ് അല്ലെങ്കിൽ ഇത്രയും ടഫ് മാച്ചസ് ഒന്നും ഏറ്റെടുക്കാറില്ല. അപ്പോൾ പക്ഷേ ഇത് പ്രാവശ്യം നടന്നു. കാരണം വേൾഡ് കപ്പിൻ്റെ മുമ്പായിട്ട് ഫൈനലിസ്മ തീർക്കണം ഒഫീഷ്യലായിട്ട് വെച്ചു. 2 നാഷണൽ ടീമും അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവർ ഡേറ്റ് ഫിക്സ് ചെയ്തത്. സോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളോട് പിന്നെ അത് കൂടാനായിട്ട് സ്പെയിൻ ഇതുവരെ ഇപ്പോൾ വേൾഡ് കപ്പിലോട്ട് അവർ ക്വാളിഫൈ ആയിട്ടില്ല സ്പെയിനും. പക്ഷേ അവർ പെട്ടെന്ന് തന്നെ ക്വാളിഫൈ ആവും. ഇൻ കേസ് അവർ ഈ ഒരു ക്വാളിഫയേഴ്സിൽ ഓക്കെ അല്ലെങ്കിൽ അവർക്ക് മാർച്ചിൽ ചിലപ്പോൾ മേ ബി അവർക്ക് പ്ലേ ഓഫ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡേറ്റ് ക്ലാഷ് വരും ചിലപ്പോൾ മേ ബി. ഓക്കെ, അധികവും ഇവർ ഈ ക്വാളിഫയേഴ്സിൽ തന്നെ സ്പെയിൻ ക്വാളിഫൈ ആവുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നല്ല പ്രൈമിലാണ് സ്പെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഫൈനലിസ്മ നമുക്ക് ഓർമ്മയുണ്ട്. ലാസ്റ്റ് ഫൈനലിസ്മ എന്ന് പറയുന്നത്, ഫൈനലിസ്മ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഫൈനലിസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പ അമേരിക്ക വിന്നറും യൂറോ കപ്പ് വിന്നറും ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ മാച്ചാണ്. അപ്പം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കടുകട്ടി ടഫ് മാച്ചാണ്. ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ളൊരു മാച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മാച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നടന്നത് അർജൻറ്റീന വേഴ്സസ് ഇറ്റലി മാച്ചിൽ അർജൻറ്റീന വളരെ ഈസി ആയിട്ട് 3-0 എന്നുള്ളൊരു സ്കോറിന് ഇറ്റലിയെ പരാജയപ്പെടുത്തി വിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പൊതുവേ ഈ ഒരു ലാറ്റിൻ അമേരിക്കൻ ടീംസിന് പലപ്പോഴും ഈ ഒരു കോപ്പ അമേരിക്ക അത്ര കോമ്പറ്റീറ്റീവ് അല്ല. അവർക്ക് യൂറോപ്യൻ ടീമുമായിട്ട് മുട്ടിയിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് ഈസി ആയിട്ട് 3-0 എന്നുള്ള സ്കോറിന് ഇറ്റലിയുടെ ഭാഗത്തുനിന്നും ഒരു കോമ്പറ്റീറ്റീവ്നെസ്സും കഴിഞ്ഞ മാച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഓക്കെ, ഇറ്റലി പിന്നെ അത് കഴിഞ്ഞ് അവർ ആ ഒരു സമയത്ത് കുറച്ച് മോശം സമയമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ വേൾഡ് കപ്പിൽ പോലും ക്വാളിഫൈ ആയിട്ടില്ലായിരുന്നു. പക്ഷേ അതുപോലെ ആവില്ല ഈ ഒരു മാച്ച്. അർജൻറ്റീന വേഴ്സസ് സ്പെയിൻ മാച്ച് അതുപോലെ ആവില്ല. ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കാരണം സ്പെയിൻ എന്ന് പറയുന്നത് എന്താ പറയുക, യങ് ടാലൻസ് തുളുമ്പി നിൽക്കുന്ന ഒരു നാഷണൽ ടീമാണത്. യമാൽ ആയിക്കോട്ടെ, വില്യംസ് ആയിക്കോട്ടെ, 2 അത് പേരെടുത്ത് പറയാൻ പറ്റുന്ന കുറേ പ്ലേയേഴ്സ് അതിലുണ്ട്. ഓക്കെ, പക്ഷേ സ്പെയിനിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അതായത് നാഷൻസ് ലീഗിൻ്റെ ഫൈനലിൽ അതുപോലെ സെമി ഫൈനലിൽ സ്പെയിനിൻ്റെ കോച്ച് ചില സമയത്ത് വേസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. ചില പൊട്ട സബ്സ്റ്റിറ്റ്യൂഷൻസ് എടുക്കും. അതായത് യുവേഫ നാഷൻസ് ലീഗിൻ്റെ ഫൈനൽ തന്നെ നമുക്ക് എടുക്കാം. സ്പെയിൻ ആദ്യം ഒരു ഗോൾ അടിച്ചു, പോർച്ചുഗൽ തിരിച്ചടിച്ചു. വീണ്ടും റൊണാൾഡോ ഗോൾ അടിച്ചു, പോർച്ചുഗൽ തിരിച്ചടിച്ചു. അങ്ങനെ സ്പെയിനിൻ്റെ കയ്യിലായിരുന്നു ഗെയിമിൻ്റെ കൺട്രോൾ. ഓക്കെ, ആ കൺട്രോളിൻ്റെ ഒരു മെജോറിറ്റി ഭാഗം വഹിച്ചിരുന്നത് പെഡ്രി ആയിരുന്നു. പെഡ്രിന് ഒരു 70ാമത്തെ മിനിറ്റ് ആയപ്പോൾ സ്പെയിനിൻ്റെ കോച്ച് അങ്ങോട്ട് പിൻവലിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഗെയിമിൻ്റെ ആ ഒരു സ്പെയിനിൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. അതുപോലെ തന്നെ ഫൈനലിലും നമ്മൾ അതുപോലെ തന്നെ പെഡ്രിൻ്റെ സെയിം മിസ്റ്റേക്ക് കണ്ടത്. അങ്ങനെ അതുപോലത്തെ ചില ചെറിയ മിസ്റ്റേക്സുകളൊക്കെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അർജൻറ്റീന എന്ന് പറയുന്ന ടീം ബാക്കിൽ മറ്റേ കഴുകന്മാരെ പോലെ നോക്കി നിൽക്കുന്ന ഒരു ടീം. മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ അത് തുരന്ന് അതിമെന്ന് ഓപ്പോസിറ്റുള്ള ടീമിനെ ഡിസ്ട്രോയ് ചെയ്ത് കളി അർജൻറ്റീന അവരുടെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും പ്രൈം സീസണിലാണ് നിൽക്കുന്നത്. ഓക്കെ, ലയണൽ സ്കലോണിയാണ് അവരുടെ കോച്ച്. 2022 വേൾഡ് കപ്പിൻ്റെ ഒക്കെ 3-4 വർഷം മുമ്പാണ് അർജൻറ്റീനയെ ഏറ്റെടുത്തത് ലയണൽ സ്കലോണി. അപ്പോൾ
അത് 2022 വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞും ചെയ്തു. അപ്പോൾ ഈ ഒരു 7-8 വർഷമായി അർജന്റീനനെ കോച്ച് ചെയ്യുന്നത് ലയണൽ സ്കലോണി. അപ്പോൾ ആ ഒരു ടീമിൻ്റെ മുക്കും മൂല എല്ലാ കാര്യങ്ങളും ലയണൽ സ്കലോണിക്ക് അറിയാം. ഏത് പ്ലെയറെ എവിടെ യൂസ് ചെയ്യണം, എപ്പോഴൊക്കെ യങ് ടാലൻസിനെ യൂസ് ചെയ്യണം. ചിലപ്പോൾ മെസ്സി ഇല്ലെങ്കിൽ ഇപ്പോൾ അർജന്റീന എന്ന് പറയുന്ന ടീം ഒരു കിഡിലൻ ടീമാണ്. ഓക്കെ, അവന്മാരെ കറക്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് ലയണൽ സ്കലോണി. അപ്പോൾ അർജന്റീന ടീം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെറ്ററൻസും കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ കുറച്ച് യങ് ടാലൻസ് ഒക്കെ ഉള്ള. യങ് ടാലൻസ് തീരില്ല എന്ന് ഞാൻ പറയില്ല, കാരണം അൽമാഡെ ആയാലും യൂരിയൻ അൽവാരസ് ആയാലും എൻസോ ഫെർണാണ്ടസ് ആയാലും അങ്ങനെ യങ് ടാലൻസ് ഉണ്ട്. പക്ഷേ അധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ അർജന്റീനയുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം കിട്ടി. ഓക്കെ, ഒരു വേൾഡ് കപ്പ്, 2 കോപ്പ അമേരിക്ക, ഒരു ഫൈനലിസ്റ്റ്, അങ്ങനെ നാഷണൽ ടീമിൻ്റെ അവരവരുടെ ഹിസ്റ്ററിയിൽ തന്നെ പ്രൈം സീസണിലാണ്. ഓക്കെ, 4 കപ്പൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇനി കിട്ടുന്നതൊക്കെ അവർക്ക് മറ്റേ ബോണസ് പോലെ ക്രെഡിറ്റ് പോലെ ഇങ്ങനെ കുറേ കിട്ടുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് അതാണ് അവരുടെ ഒരു മെൻറ്റാലിറ്റി. ആ ഒരു മെൻറ്റാലിറ്റി പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. സ്പെയിനിൻ്റെ മെൻറ്റാലിറ്റി അങ്ങനെയല്ല. അവന്മാർ യങ് ടാലൻസ് ഇപ്പോൾ എന്താ ഹംഗ്രി ഫോർ മോർ ട്രോഫീസ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ അടുത്ത മാച്ച് വരട്ടെ വിജയിക്കണം ആ ഒരു മൈൻഡിൽ നിൽക്കുന്നതാണ് സ്പെയിനിൻ്റെ. എസ്പെഷ്യലി യമാലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്ത് നിൽക്കുകയാണ് ഓപ്പോസിറ്റ് ടീമിനെ അങ്ങോട്ട് എന്താ പറയുക വിജയിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു മെൻറ്റാലിറ്റി പ്രശ്നമുണ്ട്. അങ്ങനത്തെ ആ ഒരു മെൻറ്റാലിറ്റി തമ്മിലുള്ള ഒരു മാച്ചും കൂടിയാണ്. പക്ഷേ അർജന്റീന ഒരിക്കലും ഞാൻ പറയുന്നത് തള്ളിപ്പറയാൻ പറ്റിയ ടീമല്ല. ഓക്കെ, ലയണൽ സ്കലോണി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർ മാനേജർ അവിടെ ഉണ്ട്. സ്പെയിനിൻ്റെ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സ്പെയിൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹംഗ്രിയാണ്. പിന്നെ അതുകൊണ്ട് അവരുടെ യങ് ടാലൻസ് നല്ലപോലെ ഉണ്ട്. ഇപ്പോൾ യമാൽ ആയിക്കോട്ടെ, നിക്കോ വില്യംസ് ആയിക്കോട്ടെ, സൂബിമെൻഡി ആയിക്കോട്ടെ, പെഡ്രി ആയിക്കോട്ടെ, ഗാവി ആയിക്കോട്ടെ, ഹ്യൂസൺ ആയിക്കോട്ടെ, കുക്കുറൽ ആയിക്കോട്ടെ, അങ്ങനെ യങ് ടാലൻസ് കുറേ ഉണ്ട്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കരവാളൊക്കെ അപ്പോഴേക്കും ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ റയൽ മാഡ്രിഡിന് വേണ്ടി ഓൾറെഡി ഇറങ്ങി അദ്ദേഹം. പിന്നെ റോഡ്രി ആയിക്കോട്ടെ, അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ഒരു മിക്സാണ് സ്പെയിൻ എന്ന് പറയുന്നത്. അവന്മാർ എന്താ പറയുക, ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് പ്ലേയിങ് സ്റ്റൈലാണ് അവരുടെ. ഓക്കെ, 2 വിങ്ങിലൂടെ യമാലിലൂടെ വില്യംസിലൂടെയും അവർ അറ്റാക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു വേ ഓഫ് പ്ലേയിങ് ആണ് സ്പെയിനിൻ്റെ. അർജന്റീനൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഡയറക്റ്റ് ഫുട്ബോളാണ് അവരുടെ. അപ്പോൾ ഈ ഒരു യൂറോപ്യൻ ചാമ്പ്യനും ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യനും തമ്മിലുള്ള ഈ ഒരു മാച്ച് നമ്മളെല്ലാവരും ഭയങ്കര എക്സ്പെക്ടേഷൻസോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു മാച്ചിൽ അർജന്റീന തന്നെ വിജയിക്കാനാണ് ചാൻസ് ഉള്ളത്. കാരണം ഒരു 60% അർജന്റീനയ്ക്ക് കൊടുക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ലയണൽ മെസ്സി എന്ന് പറഞ്ഞുള്ള ഒരു ഫാക്ടർ അതിൽ സ്റ്റിൽ ഉണ്ട്. അദ്ദേഹത്തിന് ആ ഒരു ടീമിൽ കൊണ്ടുവരാൻ പറ്റുന്ന കുറേ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. അദ്ദേഹം ഇല്ലെങ്കിലും ആ ഒരു ടീം കിടിലൻ ടീമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് ആണ് അവർക്ക്. അത് ലയണൽ സ്കലോണിക്ക് വളരെ കൃത്യമായിട്ട് അത് യൂസ് ചെയ്യാൻ അറിയാം. ഓക്കെ, സ്പെയിനിന് ചില സമയത്ത് ചിലപ്പോൾ ഇവരായിട്ട് പിടിച്ചിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ സ്പെയിൻ മറ്റേ നാഷൻസ് ലീഗിൻ്റെ ഫൈനലിന്മാരി ഓരോ പൊട്ട ഡിസിഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അർജന്റീന പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യും. ഓക്കെ, കാര്യമായിട്ട് പറയാമല്ലോ. പക്ഷേ സ്പെയിനും മോശം തള്ളിക്കളയാൻ പറ്റിയൊരു ടീമല്ല. ഞാൻ പറഞ്ഞല്ലോ, മെൻറ്റാലിറ്റിയിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെയിനിൻ്റെ കയ്യിലാണ് ആ ഒരു മെൻറ്റാലിറ്റി ഉള്ളത്. അർജന്റീനക്ക് അങ്ങനെ വിജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. നമുക്ക് നോക്കാം എന്തായാലും. സോ വെന്യൂം കറക്റ്റ് ഡേറ്റും ഫിക്സ് ചെയ്തിട്ടില്ല, ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ മാർച്ച് അവസാന വീക്കിലാണത് ഉണ്ടാവുക. നമുക്ക് നോക്കാം എന്തായാലും. സോ താങ്ക് യു സോ മച്ച്.